നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് വേദ വിക്രത്തിന് നേരെ കൈ നീട്ടുവാണ്. തന്റെ കൈ പിടിച്ച് എഴുന്നേറ്റ് വരാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ വിക്രം വേദയെ നോക്കി പിന്നീട് ആ കൈയിലേക്ക് പിടിച്ചു. ആ സമയത്ത് വിക്രത്തിന് ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. ഒരു പക്ഷേ തൻ്റെ കൂടെ വേദ തിരികെ പോരും എന്നൊരു ചിന്ത, താനും വേദയും കൂടെ സംസാരിക്കുവാണെങ്കിൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്നൊക്കെയായിരുന്നു വിക്രത്തിന്റെ മനസ്സിലുണ്ടായിരുന്നേ. ഈ സമയത്ത് ശ്രീകാന്ത് വന്ന് വേദയോട് പറഞ്ഞു, വേദ ഇവനെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്ക്. നിന്നോട് സംസാരിക്കണം പോലും അല്ല, ഇവനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതല്ലേ നീ, പിന്നെ നിനക്ക് ഇവനോട് എന്താ സംസാരിക്കാനുള്ളേ? നീ കൂടുതലൊന്നും സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും വേദ പറഞ്ഞു, അതെ എനിക്ക് സംസാരിക്കണം ശ്രീയേട്ടാ, എന്നെ കാണാനായിട്ട് വിക്രം വന്നേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് സംസാരിക്കണം. നിങ്ങൾ പോന്നോക്ക്, ഞാൻ എന്താണെങ്കിലും വിക്രമായിട്ട് സംസാരിച്ചിട്ട് കയറി വന്നോളാന്ന് പറഞ്ഞു. പിന്നെ പത്മയും ദീപ്തി അവരാരും നിന്നില്ല, അവരെല്ലാം അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് വിക്രത്തോട് വേദ ചോദിച്ചു, എന്താ വിക്രത്തിന് എന്നോട് എന്താ സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചു. ആ സമയം വിക്രം പറഞ്ഞു, അല്ല നിനക്ക് പോരുന്നതിന് മുമ്പ് എന്നോട് ഒരു വാക്കെങ്കിലും പറയായിരുന്നു. നിനക്ക് എന്താ വേദ, നിനക്കിത് എന്തു പറ്റി, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് പോന്നേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അല്ല അതിനുള്ള ഉത്തരവൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തുത്തരം? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നീ വേദ, ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാ മല ചവിട്ടി തിരികെ വന്നത്. ആ സന്തോഷ വാർത്ത നിന്നോട് പറയാൻ വേണ്ടി വന്ന ആ സമയത്താണ് നീ വീട് വിട്ടു പോന്നെന്ന് പറഞ്ഞേ. എനിക്കറിയണം നീ എന്ത് കാരണത്താൽ ആ വീട് വിട്ടു പോന്നേന്ന്. അപ്പോഴേക്കും വേദ പറഞ്ഞു, എനിക്കിനിയിപ്പം നിങ്ങളോടൊപ്പം ഒരു ജീവിതം സാധ്യമല്ല. ഞാൻ കുറേ നോക്കി, പക്ഷെ സാധിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. പിന്നെ ഞാനെന്തിനാ അവിടെ നിൽക്കണം? ആ ഒരു കാരണത്താലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നേ. ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അങ്ങനെ പറയില്ല വേദേ, ശ്രീനിവാസ് സാറായിരിക്കും നിന്റെ പ്രശ്നം. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം. ഇനിയിപ്പം ഞാൻ ശ്രീനിസാറുമായിട്ട് ഒരു കൂട്ടുകെട്ടിനും പോകുന്നില്ല. നീ പറയുന്ന പോലെ നീ പറയുന്നതൊക്കെ അനുസരിച്ച് ഞാൻ നിന്നോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ പറഞ്ഞു, വേണ്ട, ഇനി നമ്മൾ തമ്മിൽ അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്തേക്കാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, എന്തൊക്കെയാ വേദ നീ പറയണേന്ന് ചോദിച്ചു. വിക്രം അല്ലെങ്കിലും ഒരിക്കലും എന്നെ ഇഷ്ടപ്പെട്ട് താലി കെട്ടിയതല്ലല്ലോ. അപ്രതീക്ഷിതമായിട്ട് വിക്രത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നോളല്ലേ ഞാൻ അങ്ങോട്ട് തനിച്ചാ വന്നേ, അതുപോലെ തന്നെ പോകുന്നതും തനിച്ച് തന്നെയായിരുന്നു. ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അല്ല ഞാൻ കെട്ടിയ താലി, ഓ ഈ താലി ഇനിയിപ്പോൾ ഇതും കൂടെ അഴിച്ചു വേണമെന്നായിരിക്കും പറയണല്ലേ. ഇനിയിപ്പോൾ വിക്രം ഇവിടെ നിൽക്കണ്ട, പോകാൻ നോക്ക്. വിക്രം ഇവിടെ നിന്നാലും ഞാൻ വിക്രത്തോടൊപ്പം ജീവിക്കാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രത്തിന് ഭയങ്കര സങ്കടമായി. വിക്രം പറഞ്ഞു, നിന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്. ശ്രീനിസാറൊന്നും അല്ലെന്ന് എനിക്കറിയാം, പക്ഷെ എന്ത് കാരണമെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, ഇനിയിപ്പോൾ ഇവിടെ വിക്രം നിന്നാലും കൂടുതലൊന്നും എൻ്റെ നാവിൽ നിന്ന് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് പോവാൻ നോക്ക്, എനിക്ക് അധികം സംസാരിക്കാനും ഇല്ലെന്ന് പറഞ്ഞു. കാരണം ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ താൻ കരഞ്ഞു പോകുന്നു വേദ ഭയന്നുപോയി. വിക്രത്തിന് മുന്നിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ സർവ്വ പിടിയും വിട്ടുപോകും. താൻ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ശ്രീകാന്തിനെ ചന്ദ്രശേഖരനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് വേണം വിക്രത്തോടൊപ്പം പുതിയൊരു ജീവിതം തുടങ്ങാനായിട്ട്. അതിന് പക്ഷെ കുറച്ച് സമയം വേണം. അതിന് വേണ്ടിയിട്ടാണ് വേദ ഇപ്പം വിക്രത്തിനെ പതുക്കെ അകറ്റി നിർത്തുന്നത്. ഒരു കാരണവശാലും വിക്രം ഇതിനകത്ത് ഇടപെടാനും പാടില്ല. വിക്രത്തിന്റെ സ്വഭാവം വെട്ടെന്നോ മുറി രണ്ടെന്നാ. വിക്രം ഒന്നും നോക്കത്തില്ല. മാഷിനെ തട്ടിക്കൊണ്ടുപോയത് ശ്രീകാന്ത് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയും കാലും തല്ലിയൊടിച്ച് ഇടത്തുള്ളൂ. എന്ത് ചെയ്യുമെന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. തൻ്റെ ചേട്ടന് കൊടുക്കാനുള്ള ശിക്ഷ കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് വേദയുടെ ഉള്ളിലെ തീരുമാനം. അതാണ് വേദ അവിടെ നിൽക്കുന്നത്. പിന്നീട് വിക്രത്തോട് പറഞ്ഞു, എന്നാൽ ശരി ഞാൻ കയറിപ്പോയേക്കുക, ഇനി മേലാൽ എന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നേക്കരുത്. ഇങ്ങോട്ട് എന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് വേറെ എങ്ങോട്ടേലും പോകും, പറഞ്ഞ് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു. അതുകൂടെ കേട്ടപ്പം വിക്രത്തിന് സങ്കടമായി. വേദ പെട്ടെന്ന് അങ്ങോട്ട് കയറിപ്പോയി കഥ കടയ്ക്കുകയാണ്. വിക്രം വേദയെ വിളിച്ചെങ്കിലും വേദ മൈൻഡ് പോലും ചെയ്യാതെ കയറിപ്പോയി. വിക്രത്തിന് ഭയങ്കര സങ്കടമായി, കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പിന്നീട് വിക്രത്തിന് മനസ്സിലായി അവിടെ നിന്നിട്ടും കാര്യമില്ലെന്ന്. അങ്ങനെ വിക്രം അങ്ങ് തിരിഞ്ഞു നടക്കുകയാണ്. വേദയ്ക്ക് കണ്ണീര് വന്നിട്ട് കണ്ണ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ വേദ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേനും ശ്രീകാന്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്നും ഭയന്നു, അവൻ വന്നിട്ട് നിന്റെ കയ്യെ കാലേ വീണ് കഴിയുമ്പോൾ നീ പോകുമെന്ന്. വേദ പറഞ്ഞ്, ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കാ, അതിന് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ ശ്രീയേട്ടൻ ഇതിനകത്ത് സന്തോഷിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഓ സന്തോഷിക്കാനാ ഞാനാ? അല്ലെങ്കിൽ നീ വാക്ക് പറഞ്ഞ വാക്കാന്നുള്ള കാര്യം എനിക്കറിയാം, നീ പോകത്തില്ല എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. വേദ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദീപ്തി അങ്ങോട്ട് വന്നു. ദീപ്തി വന്നിട്ട് ചോദിച്ചു, എന്താ വേദച്ചി കരയുമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, എനിക്കറിയാം വേദേച്ചിയുടെ മനസ്സിൽ ഭയങ്കര വിഷമമാണ്. പിന്നെ വിക്രമേട്ടൻ വന്ന് വിളിച്ചിട്ട് വേദേച്ചി എന്താ പോവാത്തെ? ഇതിന് മാത്രം എന്ത് പ്രശ്നമാണ് നിങ്ങൾ തമ്മിലുള്ളത്? സത്യം പറ, എന്തോ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് വേദേച്ചിയുടെ മനസ്സിനെ.
എന്താണെങ്കിലും ആരോടെങ്കിലും തുറന്നു പറയുവാണെങ്കിൽ കുറയുന്ന പ്രശ്നമാണെങ്കിൽ പറ. ഞാൻ പറഞ്ഞല്ലോ ദീപ്തി, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അതൊന്നും അല്ല, വേദേച്ചിയുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അപ്പോഴേക്കും വേദ പറഞ്ഞു, എനിക്ക് കോടതിയിലേക്ക് പോകണമെന്ന് പറയണം. ദേ വേദേച്ചി എന്നെ ഒന്ന് ഒളിച്ചോടാൻ നോക്കണ്ട, എനിക്കറിയാം. ഞാൻ ആദ്യമായിട്ടൊന്നും അല്ല ചേച്ചിനെ കാണുന്നേ. ഞാനും വരുണും സ്നേഹിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും വരുണോട് പറയുമായിരുന്നു ചേച്ചീനെ വിക്രമേണ്ണൻ കണ്ടുപിടിക്കണം. നിങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് പരസ്പരം പുറമെ ഇങ്ങനെ അടിയുണ്ടാക്കുമെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത്ര സ്നേഹമുണ്ടെന്ന് എനിക്കറിയായിരുന്നു. ഒരു കാരണവശാലും നിങ്ങൾക്ക് പിരിഞ്ഞിരിക്കാനും പറ്റില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വേദിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിന് കാരണം എന്താണെന്ന് എനിക്ക് അറിയത്തില്ലാത്തേ. വിക്രമേട്ടൻ മലയ്ക്ക് പോയി വന്നു കഴിയുമ്പോൾ എൻ്റെ വരുണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അതും ഇല്ലാത്ത ഒരവസ്ഥയല്ലേ. രണ്ടുപേരും നിങ്ങൾ ഇങ്ങനെ രണ്ട് സ്ഥലത്താണെങ്കിൽ ഞങ്ങളുടെ കാര്യം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേദ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ദീപ്തി, വിക്രമായിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊരു ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദീപ്തിക്ക് ഭയങ്കര വിഷമമായി. ദീപ്തി പറഞ്ഞു, ദേ ചേച്ചി ഇപ്പോൾ ഈ കാണിക്കുന്നുണ്ടല്ലോ, വിക്രമേട്ടൻ ചേച്ചിയുടെ കാല് പിടിക്കാൻ വന്നതല്ലേ. വിക്രമേട്ടൻ പാവാ, അതിനെ ഇങ്ങനെ ഇനിയും വേദനിപ്പിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദീപ്തി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. വേദയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വേദ പെട്ടെന്ന് റെഡിയായിട്ട് കോടതിയിലേക്ക് വക്കീൽ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് മനസ്സിലായി. തൻ്റെ നിയന്ത്രണം വിട്ടുപോകും. അല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം ടെൻഷൻ കൂടി വരത്തുള്ളൂ. ആ സമയം വിക്രം ആകെ തകർന്ന മനസ്സോട് കൂടിയിട്ട് വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുവാണ്. ചെന്നപ്പോൾ രാജേട്ടനൊക്കെ ചോദിച്ചു, എന്താ കാര്യങ്ങൾ, വേദയെ പോയി കണ്ടോ, സംസാരിച്ചോ എന്നൊക്കെ ചോദിച്ചു. വിക്രമൻ സംസാരിച്ചു, പക്ഷെ അവൾ വരാൻ കൂട്ടാക്കിയില്ല. അവൾ രണ്ടും കൽപ്പിച്ചാന്ന് പറഞ്ഞു. രണ്ടും കൽപ്പിച്ചോ? അതെ, ഇനി അവൾക്ക് എന്നോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലെന്ന്. എന്തൊക്കെയാടാ നീ പറയണേ? അങ്ങനെ ഒരു പെൺകുട്ടി അല്ലല്ലോ വേദ, അവളുടെ മനസ്സിൽ വേറെന്തോ ഉണ്ടാ. ശ്രീനി സാറായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ അവൾ എന്നേ പോകേണ്ട സമയം കഴിഞ്ഞു. വിക്രം പറഞ്ഞു, അതാണ് എനിക്ക് മനസ്സിലാകത്തെ. അച്ഛൻ്റെ തിരോധാനം കഴിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് ഈ മനംമാറ്റം ഉണ്ടായത്. അപ്പം മുതൽ ഞാൻ അവളെ ശ്രദ്ധിക്കുന്ന, അവൾ എന്തൊക്കെയോ എന്നിൽ നിന്ന് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആ സമയം അനിയൻകുട്ടൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്തോ ഒരു കാര്യം ഉണ്ടായിരിക്കും. നീ ആ കാര്യം എന്താണെന്ന് ആദ്യം അന്വേഷിച്ചറിയാൻ ശ്രമിക്കുക, എന്നാലോ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, എനിക്കറിയില്ല അനിയൻകുട്ടൻ എന്ത് ചെയ്യണമെന്ന്. എനിക്കാണ് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ജോസഫ് പറഞ്ഞു, ഇതിനാ സ്നേഹമെന്ന് പറയണേ. നിന്റെ മനസ്സെന്നറിയ ഇപ്പോൾ വേദയാ. നീ അവളെ അത്രവണ്ണം സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നില്ല എന്ന് നിനക്ക് ചങ്കിത്തൊട്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വിക്രം ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരിയാ, ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. അവളെ കാണാതിരുന്ന് കഴിഞ്ഞപ്പോഴാ എനിക്ക് അവൾ എത്രമാത്രം പ്രിയപ്പെട്ടാന്ന് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞു. ഈ സമയത്ത് വേദ കോടതിയിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ കോടതിയിൽ ചെന്ന് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയാണ്. ഒന്നിനും ഒരു മൂഡ് തോന്നിയില്ല. പിന്നീട് പുറത്തിറങ്ങി ഒരു കോഫി കുടിക്കാൻ ഓർത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ദർശനെ കാണുന്നേ. ആ ദർശൻ വേദയെ കണ്ടുകഴിഞ്ഞപ്പോൾ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല വിക്രമായിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ദർശൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. എന്ത്? അല്ല വിക്രത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നെന്ന് അറിഞ്ഞല്ലോ. എന്താ വേദേ, നീയും വിക്രം തമ്മിൽ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. ഒന്നുമില്ലായികൊന്നുമല്ല. ദർശൻ അറിയാലോ, ശ്രീനി സാറുമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാ. ശ്രീനി സാറുമായിട്ടുള്ള അതൊന്നും അല്ല. അങ്ങനെ എന്തേലും ഉണ്ടായിരുന്ന നീ നേരത്തെ പോരണ്ടല്ലായിരുന്ന വേദ. എന്നോട് കള്ളത്തരം പറയണ്ട, ഞാനൊരു വക്കീലാന്നറിയാലോ. വേദ പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ദർശൻ. എനിക്ക് തോന്നി വിക്രമായിട്ട് ഒത്തുപോകാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് പിന്നെ ഞാൻ തിരികെ വീട്ടിലേക്ക് പോകുന്നെന്ന് പറയണം. ദർശൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം. വിക്രം നല്ലവനാണ്. നിനക്ക് രണ്ടുപേർക്കും നല്ലൊരു ഭാവിയുള്ളതാ. വെറുതെ അത് ഇല്ലാതാക്കരുത് വേദേ. പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ അത് പറഞ്ഞു തീർത്ത് എത്രയും പെട്ടെന്ന് നീ അങ്ങോട്ടേക്ക് പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ദർശന ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. വേദിക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. വേദിക്ക് 100 വട്ടം സംഭവം തിരികെ പോകാനായിട്ട്. പക്ഷെ അതിനു മുമ്പ് തനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ് വേദ പോകാതിരിക്കുന്നത്. പിന്നീട് വിക്രം വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരണ സമയത്ത് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ശ്രീജയും കമലയൊക്കെ. വിക്രം വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്തായി കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, അവള് വരാൻ കൂട്ടാക്കിയില്ലെന്ന് പറഞ്ഞു. കൂട്ടാക്കില്ല, നീ പോയി വിളിച്ചില്ലെന്ന് ചോദിച്ചു. വിളിച്ചു, അവൾക്ക് വരാൻ താല്പര്യമില്ലെന്ന്. അത് കേട്ടപ്പോൾ കമലയ്ക്കൊക്കെ ഭയങ്കര വിഷമമായി. കമല പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ മോനെ, ഞാൻ ചെന്ന് അവളുടെ കയ്യെ കാലെ പിടിച്ചിട്ടാണെങ്കിൽ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരാം. എനിക്ക് നിന്റെ സങ്കടം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, സങ്കടമോ? എനിക്ക് സങ്കടമൊന്നും ഇല്ലമ്മേന്ന് പറഞ്ഞു. നീ എന്നോട് കള്ളത്തരം പറയണ്ട, അതും പെറ്റമ്മയോട് കള്ളത്തരം പറയണ്ട. എനിക്ക് നിന്റെ മുഖം ഒന്ന് വാടിയാൽ അറിയാനായിട്ട് സാധിക്കും. അതൊക്കെ പറഞ്ഞ് കമല സങ്കടപ്പെടുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. എന്താണെങ്കിലും അധിക ദിവസം അവർക്ക് ഇങ്ങനെ പിരിഞ്ഞിരിക്കാനായിട്ട് സാധിക്കില്ല രണ്ടുപേർക്കും. അധികം വൈകാതെ വേദയ്ക്ക് തിരികെ വേണ്ടതായിട്ട് വരും. പക്ഷെ അതിനു മുമ്പ് വേദയ്ക്ക് കുറേ ജോലികളൊക്കെ ചെയ്ത് തീർക്കാണ്ട്. ശ്രീനിവാസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ശ്രീകാന്തിൻ്റെ
ചന്ദ്രശേഖരൻ്റെയും കാര്യത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേദ ഇനി പോരാടാൻ ഇറങ്ങുവാണ്. ആ പോരാട്ടമൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു തടസ്സമാണെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് വേദ അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.